ഹായ് മക്കളെ, ഏക്കെയാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ഒരു ചെറിയ ചോദ്യമുണ്ട്. ഒരു വെടിക്കെട്ട് ചോദ്യമാണ്. ചില കുട്ടിക്ക് ഇത് വളരെ എളുപ്പമാണ്. എന്നാലും ഒന്ന് നോക്കുക, നീ കൺഫ്യൂസിങ് ആവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് ഇവിടെ. ഞാൻ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് എളുപ്പമെന്ന് പറയാറുണ്ടെങ്കിലും പല രീതിയിൽ കൺഫ്യൂഷൻ കുട്ടിക്ക് ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കാം. ചോദ്യം എങ്ങനെയാണ്? ഒരു ഇമേജ് നമുക്ക് തന്നു. ആ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം നമുക്ക് തന്നിട്ടുണ്ട്. -2 ആണ് ആവർത്തനം. നിങ്ങൾക്ക് മനസ്സിലായി. -2 ആണെങ്കിൽ റിയൽ ആണ്, ഹൈറ്റ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ +3 +0.5 +1 ഇതൊക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. മാഗ്നിഫിക്കേഷൻ്റെ വില നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് കിട്ടാറുണ്ടല്ലോ. സംഖ്യയാണല്ലോ, HABHO നമ്മൾ ചെയ്യുക. അപ്പോൾ അത് നെഗറ്റീവായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഇമേജ് ഒരു റിയൽ ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ വില പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും അർത്ഥം? പോസിറ്റീവ് ആണെങ്കിൽ ആ ഇമേജ് വെർച്വൽ അല്ലെങ്കിൽ മിഥ്യയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. താഴെ ഒരു വര വരയ്ക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞുതരാം. നമുക്ക് ലഭിക്കുന്ന മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1 കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം സെയിം സൈസ് ഇമേജ് ആണ് കിട്ടുക. അതായത് വസ്തുവിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും ഒന്ന് തന്നെയായിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ഇതെന്താ എഴുതിയെന്നറിയാലോ? വായ തുറന്നു വെച്ചപ്പോൾ ഒരാൾ ഈ സംഭവമല്ലേ, ഇതൊരാളിങ്ങനെ വായ തുറന്നു വെച്ചപ്പോൾ മനസ്സിലാക്കി വെക്കുക. എന്തിനാ നമ്മൾ വായ തുറക്കൽ? ഫുഡ് കഴിക്കാനാണ്. ഫുഡ് വലുതാണ്. സോ വായ തുറന്ന ഭാഗത്തുള്ള വലുതാണ്. ആവർത്തനത്തിൻ്റെ വില 1നേക്കാട്ടും വലുതാണ് എങ്കിൽ നമുക്ക് എന്താ കിട്ടുക? വലിയ ഇമേജ് കിട്ടും. 1നേക്കാട്ടും വലുതാണെങ്കിൽ വലിയ ഇമേജ്, എല്ലാജ് ഇമേജ്. ഇനി 1നേക്കാട്ടും ചെറുതാണെങ്കിലോ ഡിമിനിഷ്ഡ് ഇമേജ്, ചെറിയ ഇമേജ്. അത്രേ ഉള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വാല്യൂ നോക്കാം. -2 ആ കിട്ടിയത്. ഏതാണ്? -2. മക്കളെ, -2 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. -2 എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് 1നേക്കാട്ടും ചെറുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇത് ശരിക്കും -2 അല്ലടാ. ഇത് ശരിക്കും -ഉം 2യുമാണ്. എന്താണ്? ഇത് -2 അല്ല, ഇത് -ഉം 2യുമാണ്. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. സോ മൈനസ് ആയതുകൊണ്ട് ഏത് ഇമേജ് ആണ്? റിയൽ ആണ്. ഓൾ റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ്. അതെല്ലാവർക്കും അറിയാം. ഇനി 2 ആണ് ഇവിടെ വരുന്നത്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1നേക്കാൾ കൂടുതലായതുകൊണ്ട് എൻലാർജ്ഡ്, വലിയ ഇമേജ് ആണ് കിട്ടുക. ഇത്രയേ ഉള്ളൂ ഈ കൺസെപ്റ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ് ഇമേജ് ഉണ്ടാക്കുന്ന കണ്ണാടി ഏത്? ചിന്തിക്കുക പോലും വേണ്ട. അതേത് കണ്ണാടിയാണ്? തീർച്ചയായിട്ടും കോൺകേവ് ആണ് അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാ? നമ്മൾ ബിറ്റ്വീൻ C ആൻഡ് F വെച്ച് കഴിഞ്ഞാലും Fൽ വെച്ചാൽ നമുക്ക് വലിയ ഇമേജ് കിട്ടും. സോ ഇമേജിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. സോ വലിയ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാക്കുന്ന ആരാണ്? കോൺകേവ് ആണ്. സോ ഉത്തരം കോൺകേവ് ആണ്. ഇനിയാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് +3. ഇനി ഞാൻ വേറെ കാര്യോട് പറയട്ടെ. മൈനസ് വന്നാൽ റിയൽ ആണല്ലോ. സോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കണ്ട. നെഗറ്റീവ് നിങ്ങൾ എവിടെ കണ്ടാലും റിയൽ ആയതുകൊണ്ട് ദാറ്റ് മസ്റ്റ് ബി എ കോൺകേവ് മിറർ. എന്തുകൊണ്ടാ? കോൺകേവ് മിററിന് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? യഥാർത്ഥ പ്രതിബിംബം, റിയൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൈനസ് വന്നാൽ കോൺകേവ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി +3 ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? +3 പ്ലസ് ആയതുകൊണ്ട് എന്താണ്? പ്ലസ് ആയതുകൊണ്ട് വെർച്വൽ, 3 ആയതുകൊണ്ട് എൻലാർജ്ഡ്. അപ്പം മിഥ്യയും എൻലാർജുമായ ഇമേജ്, മിഥ്യയും എൻലാർജുമായ ഇമേജ്. മക്കളെ, നിങ്ങൾ കോൺവെക്സ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അത് കോൺവെക്സ് അല്ല. അതേതാണ്? അത് കോൺകേവ് തന്നെയാണ്. എങ്ങനെ വരുന്നു അത്? നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിതാ ഒരു ഒബ്ജക്റ്റിനെ Fനും Pക്കും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ണാടിക്കുള്ളിലാണ് വലിയ ഇമേജ് കിട്ടുക. ഇതാണ് ആ സംഭവം. കൺസെപ്റ്റ് ഓക്കെ വിചാരിക്കുന്നു കേട്ടോ. സോ വെർച്വൽ എൻലാർജ്ഡ് ഇതെന്താണ്? കോൺകേവ്. ഇനി +0.5 മക്കളെ, +0.5 ആയതുകൊണ്ട് എന്താണ് സംഭവം? മക്കളെ, പ്ലസ് ആയതുകൊണ്ട് വെർച്വൽ, മിഥ്യയാണ്. 0.5 ആയതുകൊണ്ട് ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്. അതേതുണ്ടാക്കുക? കോൺകേവ് ആണോ? അല്ല, അത് കോൺവെക്സ് ആണ്. ഏതാ ഇമേജ് ഫോർമേഷൻ? കോൺവെക്സിൻ്റെ ഏതെടുത്താലും നമുക്ക് ഒറ്റ ഇമേജ് ഫോർമേഷനെ കിട്ടുള്ളൂ. ഏതാ കിട്ടുക? നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺവെക്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടുക? ഇവിടെ ഇമേജ് കിട്ടുക. ഇൻസൈഡ് ദ മിററിൽ ഈ ചെറിയ ഇമേജാണ് കിട്ടുക. അതല്ലേ ഇത് വെർച്വൽ ഡിമിനിഷ്ഡ്. ഇൻസൈഡ് മിറർ ആയതുകൊണ്ട്
വിർച്വലാണ്. അതും പഠിച്ചു വെക്കുക. ഇത് കോൺവെക്സ് ആണ് കേട്ടോ. ഇനി പ്ലസ് വൺ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പ്ലസ് ആയതുകൊണ്ട് വെർച്വൽ ആണ്, സെയിം സൈസ് ആണ്. വെർച്വലും സെയിം സൈസ് ഉണ്ടാക്കുന്ന ഇമേജ് ഏതാ, കണ്ണാടി ഏതാ? അത് പ്ലെയിൻ മിററാ മക്കളെ. പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് നിന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എനിക്ക് കണ്ണാടിക്കുള്ളിലും സെയിം ഹൈറ്റുള്ള ഒബ്ജക്റ്റ് ആണ് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതിന് ആൻസർ എന്താണ്? പ്ലെയിൻ മിററാണ്. പഠിച്ചു വെക്കുക. ഇതൊന്നുകൂടി ഞാൻ പറയാം. -1 ആണെങ്കിൽ ഏതായിരിക്കും? എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? നിങ്ങളിത് പറയാ. മൈനസ് ആയതുകൊണ്ട് റിയൽ, 1 ആയതുകൊണ്ട് സെയിം സൈസ് അല്ലേ? അപ്പോൾ എവിടെയാ? കോൺകേവില്. എവിടെ? സീൽ വെച്ചാൽ സീൽ തന്നെ. സോ ഇതും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഏത് വേണം ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിയായി പഠിച്ചു വെക്കുക. വൈകുന്നേരം 7 മണി ലൈവിൽ കൂടുതൽ കാര്യം നമുക്ക് സംസാരിക്കാം. പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. സോ എല്ലാവരും വരിക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം.